ഹലോ, നിങ്ങളെ ഓണാഘോഷമൊക്കെ എവിടെ എത്തിയിട്ടുണ്ട്? ഞങ്ങളെ ഓണാഘോഷമൊക്കെ തുടങ്ങി. ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള അംഗനവാടിയിൽ നിന്നായിരുന്നു കേട്ടോ എൻ്റെ ഓണാഘോഷത്തിൻ്റെ തുടക്കം. പോകുമ്പം വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് മറന്നു പോയേ. അവിടെ എത്തിയപ്പോൾ അടിപൊളി പൂക്കളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇവിടെ അമ്മമാരൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. റിത്തൂസിന് വരാൻ പറ്റിയില്ല കേട്ടോ. റിത്തൂസിന് അന്ന് എക്സാം ഉണ്ടായിരുന്നു, സ്കൂളിൽ പോയതാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും കൂടെ ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനാണ് എടുക്കുന്നത്, അതാണ് എന്നെ കാണാത്തത്. ഇതാണ് ഇവിടുത്തെ ടീച്ചറും ആയി. അങ്ങനെ വീഡിയോ സെക്ഷനും ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അംഗനവാടീൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. ഇവിടെ റിനുമോളും ശിവമോളും നല്ല കളിയിലാണ്. പിന്നെ ഫുഡ് കഴിക്കാനുള്ള തിരക്കായി. ടീച്ചർ വിളിച്ചിട്ട് പിള്ളേർ വരുന്നില്ല കേട്ടോ. അപ്പോൾ ടീച്ചർ വേഗം ബെല്ലൊക്കെ അടിച്ചപ്പം വേഗം വന്ന് നിന്ന് എക്സസൈസൊക്കെ ചെയ്യിപ്പിച്ചപ്പോൾ നല്ല കുട്ടികളായിട്ട് അതൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാനുള്ള തിരക്കായേ. പിന്നെ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്ക് ഒരു പ്രത്യേക മുൻഗണന ഉണ്ടാവുമല്ലോ എവിടെ പോയാലും. അവരെ കൂടെ ഞങ്ങൾക്കും ഇരിക്കുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങളും കൂടെ ഇരുന്നു കേട്ടോ. റിനുമോളും ശിവമോളും കൂടെ അവിടെ നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ട്. ഇടയ്ക്ക് നീറ്റ് ഓടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇലയിട്ട് ചോറ് വിളമ്പിയാലേ അവർ നല്ല കുട്ടികളായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. എന്തായാലും പോയതിന് കാര്യമുണ്ട് കേട്ടോ. അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ഒരുപാട് വിഭവങ്ങളും 2 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നേ. വിഭവ സമൃദ്ധമായ സദ്യ തന്നെയായിരുന്നേ. ഞങ്ങളെന്തായാലും ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ കൂടെ നിന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ലൈക്കും ചെയ്യണം, നല്ല നല്ല കമൻറ്റൊക്കെ പറയാവേ. ഞങ്ങൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ റിനുമോക്ക് ഉറക്കത്തിൻ്റെ ഉറക്കപ്പിച്ച് വന്നേ. അപ്പോൾ ഞാൻ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ. അപ്പോൾ വേഗം വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.